നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കോടതിയിൽ ഒരു കൗണ്ടർ പെറ്റീഷൻ കൊടുത്താൽ മതി. വാദിയുടെ ആരോപണത്തിൽ സംശയമുണ്ടെന്നും കേസിന് ആസ്പദമായ സംഭവം ജെനുവിൻ അല്ല എന്നും. വിശ്വേട്ടനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ കോടതി ഉത്തരവ് തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് നേരാ. അങ്ങനൊരു സംഭവം തന്നെ നടന്നിട്ടില്ല എന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞ കാവേരി ചേച്ചിയുടെ നിരപരാധിത്വം തെളിയില്ലേ? അത് തെളിയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. കള്ളക്കേസ് കൊടുത്തതിന്റെ പേരിൽ അങ്ങനെ പിടിച്ച് അകത്തിടണം. ചേച്ചി പോയി ഫ്രഷ് ആവ്. ഞാനും ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. ചേച്ചി വാ. കാവേരി, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. വന്നേ. എവിടെ പോയി? ദൈവമേ, ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം. കുളി. ഒന്നും കാണാൻ വയ്യല്ല. അങ്ങനെ അടിയിക്കൂടെ നോക്കട്ടെ. കണ്ണും പിടിക്കുന്നില്ല. ഒന്നാൾ നോക്കട്ടെ. നിനക്ക് ഇത്തിരി ഗ്യാപ്പിൽ പണിതൂടെ? ഐഡിയ. കാണിച്ചാടി. ഞാൻ പറഞ്ഞില്ലേ കാവേരി, എനിക്ക് നിന്നോട് വ്യക്തിപരമായി യാതൊരു പിണക്കവുമില്ല. എൻ്റെ 2 കുട്ടികളുടെ അമ്മ എന്ന നിലയ്ക്ക് മതിപ്പ് മാത്രമേ ഉള്ളൂ. ആ ഗുണ്ടകൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ തെറ്റിദ്ധരിച്ചത്. പെട്ടെന്ന് തെറ്റിദ്ധാരണ മാറാൻ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നീ ഒരിക്കലും എന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. ഇനി അഥവാ അങ്ങനെ ചെയ്താൽ തന്നെ നിന്നോട് ക്ഷമിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത്രയ്ക്ക് വലിയ ഹൃദയവിശാലതയൊന്നും വിശ്വനാഥ മുതലാളി കാണിക്കണ്ട. നിങ്ങൾ ഈ കേസ് പിൻവലിച്ചാലും ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. സത്യം കണ്ടെത്തുന്നത് വരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. അതിന് നാളെ സുപ്രീം കോടതി വരെ പോവേണ്ടി വന്നാലും ഞങ്ങൾ പോവും. അതെ, ഇത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. നീ ഇതിൽ ഇടപെടണ്ട. കേസ് കൊടുത്ത ഭാര്യയെ കൊണ്ട് അകത്തിട്ട് പോലീസുകാരെ കൊണ്ട് തല്ലി ചതപ്പിക്കുമ്പോ ഈ നീതിസാരമൊന്നും നന്ദതേ വേണ്ട. ചേച്ചി
കുളിമുറിയിൽ കുളിക്കുവാൻ പ്ലാനിട്ട നഗു നിന്നെ പുറത്തിറക്കും ഞാൻ. നിന്റെ തളിർമിനി കൊണ്ടെന്റെ മനസ്സിന്റെ അകത്തളം ഓഹോ, നിന്റെ കുളി ശരിയാക്കി തരാം. കേസിനും വഴക്കിനൊന്നും ഞാനില്ല. ചേച്ചി എന്തേ പറയുന്നേ? ഈ മനുഷ്യൻ എന്റെ കുട്ടികളുടെ അച്ഛനായതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഔദാര്യാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഈ ജന്മം അങ്ങനെ ഒരു ചിന്ത ഇനി എന്റെ മനസ്സിൽ ഉണ്ടാവുകയില്ല. ഒരുപാട് ലക്ഷ്യങ്ങൾ എന്റെ മുന്നിലുണ്ട്. കേസും വഴക്കുമായി മുന്നോട്ട് പോയി കളയാൻ സമയമില്ല. രക്ഷിക്കാനല്ല ആരെയും, ശിക്ഷിക്കാൻ തന്നെയാ തീരുമാനം. അത് കോടതി വിധിയിലൂടെ ആവില്ല എന്ന് മാത്രം. വ്യാജരേഖ ചമച്ച് കള്ളക്കേസ് ഉണ്ടാക്കിയതിന് ആരെയും തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. പറ്റോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ കുറ്റവാളികളെ വെറുതെ വിടുന്നതിന് തുല്യമല്ലേ ആ ശിക്ഷയൊക്കെ? അങ്ങനെ ആരെയും വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. വെള്ളം തീർന്നല്ലോ. ചതിക്കല്ലേ ഭഗവാനെ. വിചാരണയും വിധിയും ഒക്കെ നമുക്ക് തമ്മിലാവാം. എന്താ? ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ കരാറുകളിൽ നിന്നും ഞാൻ നിങ്ങളെ നിരുപാധികം ഒഴിവാക്കിയെന്നല്ല. കാവിലെ നൃത്ത മത്സരം തുടരും. എത്രയും പെട്ടെന്ന് അടുത്ത തീയതി തീരുമാനിക്കണം. മത്സരത്തിൽ നിങ്ങൾ ജയിച്ചാൽ മറുത്തൊരു വാക്കു പറയാതെ ആ നിമിഷം 1500 കോടി നിങ്ങളുടെ പേരിൽ ഞാൻ എഴുതിത്തരും. അതല്ല, തോൽക്കുന്നത് നിങ്ങളാണെങ്കിൽ ആ നിമിഷം നിങ്ങളും അജയനും ആ നാഗവല്ലിയും ഈ വീട് വിട്ട് പുറത്തു പോണം. എന്താ, സമ്മതാണോ? അതെ, സമ്മതമാണ്.